അനേകം മനുഷ്യരുടെ പുതിയ തലമുറയിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ കാലത്തും സ്വയം തമ്പ്രാനാവാമെന്ന് താങ്കളെ പോലുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സമ്മതിച്ചു തരാൻ ആത്മാഭിമാനമുള്ള ഞങ്ങൾക്ക് സൗകര്യമില്ല. ചെമ്പാവ് പുന്നിലിൻ ചോറ് എന്ന സാൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിലെ ഗാനം ഒരിക്കലെങ്കിലും മൂളാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. കഴിഞ്ഞ 26 വർഷം മലയാള സിനിമാ ഇൻഡസ്ട്രിക്കകത്ത് നിരവധി ഗാനങ്ങൾ പാടുകയും അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെയും പൊയ്കേലപ്പച്ചന്റെയും കബീറിന്റെയും മാധവിക്കുട്ടിയുടേത് അടക്കമുള്ള കൃതികളെ സംഗീത രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്ത പ്രശസ്ത ഗായികയാണ് പുഷ്പവതി പൊയ്പ്പാടത്ത്. കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ കൂടിയായ പുഷ്പവതി ചേച്ചി ഇന്നലെ നടന്ന സിനിമാ കോൺക്ലേവിൽ അടൂർ നടത്തിയ പ്രഭാഷണത്തിൽ ജാതീയതയും സ്ത്രീവിരുദ്ധതയും എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചു എന്നതിന്റെ പേരിൽ ഇന്ന് അവർക്കെതിരെ അത്യധികം ഹീനമായ രീതിയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിട്ടുള്ളത്. എന്നെ സംസാരിക്കാൻ സമ്മതിക്കാൻ ഉച്ചത്തിൽ വിളിക്കാം. ആരാണ് ഹൂയിഷി? ആരോ ഒരു സ്ത്രീയെ നോ വേ. ഐ ഡോണ്ട് നോ ഹർ. ഷീസ് ആൻ അൺനോൺ എൻറ്റിറ്റി. അവർക്ക് ഷീ ഹാസ് നോ ബിസിനസ്. ഈ എന്തിനാ ഫിലിം ഇൻക്ലേവ് വരാൻ അവർക്ക് യാതൊരു അവകാശമില്ല. അല്ല, അങ്ങനെയല്ല സാർ. എന്താ ഈ സിനിമയായിട്ട് ബന്ധം പുഷ്പവതി അറിയപ്പെടുന്ന ആളാണ്. മാത്രമല്ല അത്ര ഒരു പൊസിഷനിൽ ഒരു സാധനം. ഏത് പൊസിഷനിലാണ് വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും കയറി വർത്താനം പറയാനുള്ള സ്ഥലമാണോ എൻക്ലേവ്? അത് നിങ്ങൾ PK റോസി എന്ന പേര് കേട്ടിട്ടുണ്ടോ? മലയാള സിനിമയിലെ ആദ്യത്തെ നായികയായ ദളിത് സ്ത്രീ. മലയാള സിനിമയുടെ അമ്മയായ ആ സ്ത്രീയെ താങ്കളെ പോലെ സവർണ ധാർഷ്ട്യം പേർന്ന ആളുകൾ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചതാണ്. ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുഷ്പവതി പൊയ്പ്പാടത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PK റോസി അടക്കമുള്ള ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന, ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെടേണ്ടി വന്ന അനേകം മനുഷ്യരുടെ പുതിയ തലമുറയിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ കാലത്തും സ്വയം തമ്പ്രാനാവാമെന്ന് താങ്കളെ പോലുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സമ്മതിച്ചു തരാൻ ആത്മാഭിമാനമുള്ള ഞങ്ങൾക്ക് സൗകര്യമില്ല.